വിഷുവായിട്ട് എവിടെ നിന്നൊക്കെ കൈനീട്ടം കിട്ടാൻ ചാൻസ് ഉണ്ടോ അവിടേക്കൊക്കെ പോയി കൈനീട്ടം വാങ്ങാൻ പോലാണ് ഇന്നത്തെ പരിപാടി. ഈ കാണുന്നതാണ് ഞങ്ങളുടെ വിഷുക്കണി. അച്ഛനാണ് എല്ലാവരും വിഷുക്കണി കാണിക്കുക. അച്ഛമ്മനെ വിഷുക്കണി കാണിക്കാൻ വിളിച്ചെന്ന് പറഞ്ഞാൽ ദാ വരും, പെട്ടെന്ന് വിഷുക്കണി കാണും, അതേപോലെ തന്നെ പോയി കിടക്കും. അങ്ങനെ കണിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ്റെ നിന്നും അച്ഛമ്മൻ്റെ നിന്നും എല്ലാവരുടെയും കൈനീട്ടം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ പരിപാടികൾ തുടങ്ങാൻ പോവാണ്. എല്ലാവരും കത്തിക്കുമ്പോൾ അച്ഛമ്മ നിങ്ങൾ കിടന്ന് ഉറങ്ങണ്ടെന്ന് പറഞ്ഞ് ഞാൻ തന്നെ വിളിച്ച് എണീപ്പിച്ച് കയ്യിലൊരു കമ്പിത്തിരി കൊടുത്തതാണ്. വീഡിയോ എടുക്കാനായിട്ടൊന്ന് നേരെ കാണിക്കുകയെന്ന് പറഞ്ഞാണ്. അതെന്നെ നെഞ്ച് പൊള്ളിക്കാനായിട്ടൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ശേഷം നമ്മുടെ അപ്പുറത്തൊക്കെ പോയി കൈനീട്ടം വാങ്ങാൻ വേണ്ടി പോവാണ്. കൈനീട്ടം അവിടെ കിട്ടുമോ അവിടെ ഞാൻ പോയിട്ടുണ്ടാവും. കൈനീട്ടം അല്ല എല്ലാം. തിരിച്ച് വീടെത്തുമ്പോഴേക്കും സ്കൂളിൽ പിള്ളേർ ചോറ് വാങ്ങണ ക്യൂ പോലത്തെ ഒരു ക്യൂ. വീട്ടിൽ അച്ഛൻ കൈനീട്ടം കൊടുക്കുകയാണ് പിള്ളേർക്ക്. ശേഷം അമ്പലത്തിക്കൊന്ന് പോകുമ്പോഴേക്കും നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ അമ്പലത്തിൽ പുഷ്പാഞ്ജലി കഴിച്ചിട്ട് പോകണം എൻ്റെ പേരിൽ. ശേഷം വീടിന് ചുറ്റും നിന്ന് തിരിയുമ്പോഴേക്കും നമുക്ക് പോക്കറ്റിൽ നിന്ന് അറിയേണ്ട പൈസ കിട്ടി. എറണാകുളത്തുള്ള മാമനും വീട്ടിൽ വന്ന് കൈനീട്ടം തന്നിട്ട് പോയി. പക്ഷെ അതൊന്നും എനിക്ക് മതിയായില്ല. ശേഷം അമ്മ വീട്ടിലേക്ക് കൈനീട്ടം വാങ്ങാനായിട്ട് പോവാണ്. നമ്മളെക്കാളും മുമ്പ് നമ്മുടെ അച്ഛൻ അവിടെ എത്തി മറ്റുള്ളവരിനോട് എന്തൊക്കെയോ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. നടക്കാൻ വയ്യാത്ത അമ്മ ആടി ആടി വന്ന് കൈനീട്ടം തന്നോടെ പിന്നെ വരുന്നവരും പോണവരും എല്ലാവരുടെയും കൈനീട്ടത്തിന് പെരുമഴയായിരുന്നു. എന്നെ പോലെ തന്നെ അച്ഛനും ഹാപ്പി. വിഷുവായിട്ട് ഒരു തീപ്പൊള്ളൽ കിട്ടിയാലും നമുക്ക് ലാഭം മാത്രം. കിട്ടിയതൊക്കെ നമ്മുടെ ഈ ഉണ്ടേപ്പാനിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര കൈനീട്ടം കിട്ടി, വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമന്റ് ചെയ്യണേ.